ഇപ്പോൾ അടുത്ത സമയത്ത് ദുബൈയിൽ നിന്നിട്ടുള്ള ഒരു മാഡം അവർ നാട്ടിലേക്ക് വരുന്നുണ്ട്. അവരുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നാട്ടിലേക്ക് വരുന്നുണ്ട്. നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ അവർ വളരെ പിന്നെ എന്താ പറയുന്ന അവിചാരിതമായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം കാണുന്നത്. അവർ വരുന്നതിൻ്റെ തലേന്നോ അതിൻ്റെ തലേന്നോ ജസ്റ്റ് പരിപാടി ഒന്ന് കണ്ടപ്പോഴത്തേക്ക് അവർ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ എന്ന് അവർക്കൊന്ന് തോന്നി. അങ്ങനെ അവർ അപ്പോഴത്തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. സാർ ഇതേണക്ക് എൻ്റെ വീടൊന്ന് കൺസൾട്ട് ചെയ്യാനായിട്ട് വരാൻ പറ്റുമോ, ഞാൻ ഇന്ന ദിവസം ഇന്നടുത്ത് തിരുവനന്തപുരത്ത് എത്തുമെന്ന് പറഞ്ഞിട്ട് അവർ എനിക്കൊരു മെസ്സേജ് അയച്ചു. അങ്ങനെ ഞാൻ അതിന് റിപ്ലൈ ചെയ്തു. അവർ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ തന്നെ എന്നെ വിളിച്ചു. തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോയി അവരുടെ വീടെല്ലാം നോക്കി. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ പണി നടക്കുന്നതിൽ 1-2 സംശയങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ അതായത് അവർ എപ്പോഴാണോ നമ്മൾ ഈ പ്രോഗ്രാം കാണുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടാവുന്നത്, അപ്പോഴെ തന്നെ അതിനെ ക്ലിയർ ചെയ്യണം. കാരണം അവർക്ക് അവരുടെ വീടിൻ്റെ കോൺക്രീറ്റ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കോൺക്രീറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെ മാറ്റാൻ പറ്റാനായിട്ട് വലിയ പാടാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ അവർ വിളിച്ചപ്പോൾ തന്നെ എന്നെ കിട്ടുകയും ചെയ്ത് ആ സമയത്ത് തന്നെ എനിക്ക് കൺസൾട്ട് ചെയ്യാനും പറ്റി. അപ്പോൾ അത് അവർക്കും വലിയൊരു പ്രയോജനമായി. അതേപോലെ തന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടെ ഉള്ള വേറൊരു വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വീടിനെ പിരമിഡ് വാസ്തു ചെയ്യാനായിട്ട് സാധിക്കും. അത് എപ്പോൾ ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തതിന് ശേഷം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ആ വീട്ടിൽ പിരമിഡ് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഒരു വീട്ടിൽ പിരമിഡ് സ്ഥാപിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറാനും ആ ഭൂമിക്കും വീടിനും അഭിവൃദ്ധി ഉണ്ടാവാനും നല്ലൊരു ഇതാണ്. അപ്പം ആ വീടിൻ്റെ ഉള്ളിൽ ചില പോർഷനുകളിൽ പിരമിഡ് സ്ഥാപിക്കുന്ന ഒരു മെത്തേഡുണ്ട്. ഇപ്പോഴാകുമ്പോഴത്തേക്ക് അവർക്കത് റൈറ്റ് ടൈമായിരുന്നു. കാരണം കോൺക്രീറ്റ് ഒന്നും വീടിനകത്ത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവരുടെ കാര്യത്തെപ്പറ്റി പറഞ്ഞു. അവർക്ക് അപ്പോഴത്തേന് അതിൽ താല്പര്യം വന്നു. അങ്ങനെ ആ പിരമിഡിനെ പറ്റി അവർ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പം ഈ രീതിയിൽ നമുക്കതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വീട്ടിലെയും ആൾക്കാർ നമ്മളെ പല സമയത്തായിട്ട് കൺസൾട്ടിങ്ങിന് വിളിക്കുന്നുണ്ട്. ചിലർ വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പ്, ഞാൻ വാങ്ങിക്കുന്ന വസ്തുവ് വിധിക്കിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും വഴികൾ വന്ന് മുട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുന്ന വഴിമുട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ചരിവുകളെല്ലാം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ മറ്റ് സമീപത്തുള്ള ഏതെങ്കിലും നിർമ്മിതികളോ മറ്റു കാര്യങ്ങളോ അവരെ സാരമായി ബാധിക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് അവർ വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പ് നോക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞിട്ട് വസ്തു വാങ്ങിച്ചിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതിന് മുമ്പ് നോക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പണിയുടെ ഓരോ സ്റ്റേജിലും നോക്കുന്നവരുണ്ട്. ഇപ്പോൾ ചിലർ വന്നിട്ട് പറയും, സാറേ ഞാൻ ഒരു വസ്തു വാങ്ങിച്ചിട്ടുണ്ട്, സാറ് വന്ന് നോക്കി അതിൻ്റെ പ്ലാനും എല്ലാം കറക്റ്റ് ചെയ്തിടണം. നമുക്ക് വാസ്തുവും ഫെങ്ഷു പ്രകാരമാണ് അത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫെങ്ഷു പ്രകാരം ഫ്ലൈങ് സ്റ്റാറും കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് വസ്തുവിലായാലും ആ സൈറ്റിൽ ചെന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ബാക്കി വാസ്തുപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഐഡിയ കിട്ടണമല്ലോ, ഒരു വീട് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടണമല്ലോ. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ വീടിൻ്റെ റോഡ് ഏത് ഭാഗത്തുനിന്ന് നോക്കണം. അപ്പോൾ റോഡിലോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ റോഡ് നോക്കിയിട്ട് വീട് വയ്ക്കാം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വസ്തുവിൻ്റെ ചരിവ് എങ്ങോട്ടാണ്, ആ ഭൂമിയുടെ ചരിവ്. ഭൂമി വാസ്തുവിൽ പറയുന്നത് കിഴക്കോട്ടോ വടക്കോട്ടോ ചരിഞ്ഞ ഭൂമി, കന്നിമൂല ഉയർന്ന് ഈശാനുകോണ് താഴ്ന്ന ഭൂമി, അതാണ് ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള ഭൂമിയായിട്ട് ഇതിനകത്ത് പറയുന്നത്. അടുത്തത്, അപ്പോൾ നമ്മൾ റോഡിൻ്റെ കാര്യം പറഞ്ഞു, വസ്തുവിൻ്റെ കാര്യം പറഞ്ഞു. അടുത്തതെന്ന് പറയുന്നത്, മറ്റ് ഏതെങ്കിലും റോഡുകൾ വന്ന് കീ പോലെ നമ്മുടെ വീട്ടിന് ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത്, ഈ വസ്തു ഇതാണ് ഭൂമി. ഈ ഭൂമിക്കകത്ത് നമ്മൾ വീട് വെക്കുമ്പോൾ എവിടെ എങ്ങനെ വെക്കണം. ഇതിനകത്ത് ഇതാണ് ഒരു 10 സെൻറ്റ് വസ്തു എന്ന് കരുതുക. ഇത് തെക്ക് വശം, ഇത് വടക്ക് വശം, ഇത് പടിഞ്ഞാറും, ഇത് കിഴക്കും. ഇവർക്ക് ഇങ്ങനെയാണ് ഒരു റോഡ് പോയിരിക്കുന്നത്. അപ്പം ഇതിൽ ആദ്യത്തെ ചോദ്യം, കാരണം വസ്തുവിൽ കയറണമല്ലോ, സാറേ എൻ്റെ വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്താണ് റോഡ് നിൽക്കുന്നത്, ഈ വസ്തുവിൽ ഞാൻ എവിടെ നിന്ന് കയറാം? അപ്പോൾ ഞാൻ പറയും, ഇത് തെക്ക് കിഴക്കാണ്, ഇത് വടക്ക് കിഴക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് നീളമെടുത്തു, അതിൻ്റെ സെൻറ്റർ എടുത്തു. ഈ ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും കയറാം. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗേറ്റ് ഇട്ടു. വടക്ക് കിഴക്ക് ഭാഗത്ത് ഗേറ്റിൽ നിന്നും വീടിനകത്തേക്ക് കയറി. അടുത്തത്, സാറേ വീട് വെക്കുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് എനിക്കൊരു കിണർ ചെയ്യണം. എവിടെ ചെയ്യാം? ഈ മൂല വിട്ടിട്ട് ഈ ഭാഗത്തായിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ ചെയ്യാം. അപ്പോൾ വസ്തുവിലേക്ക് കയറിയപ്പോഴത്തേക്ക് കിണറിൻ്റെ സ്ഥാനമായി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിൽ കിണർ ചെയ്യാം, അതേസമയം ഇവിടെ വേണമെങ്കിൽ നമുക്ക് കിണർ ചെയ്യാം. ഇതിൻ്റെ വഴിയുടെ നേരെ കുഴിയോ കിണറോ ഒന്നും വരാൻ പാടില്ല എന്നും ഒരു വാസ്തു നിയമമുണ്ട്. അടുത്തത്, ഈ വസ്തുവിൽ നമുക്ക് എവിടെ വീട് വയ്ക്കാം?
കന്നിമൂല ചേർത്ത് വീട് വെച്ചോളൂ. ഏറ്റവും കുറച്ച് മുറ്റം തെക്ക് വശത്ത് കൊടുക്കൂ. അതിനേക്കാൾ കുറച്ച് മുറ്റം പടിഞ്ഞാറ് അധികം നിൽക്കട്ടെ. അതിലും കൂടുതൽ മുറ്റം വടക്കിൽ നിൽക്കട്ടെ. ഏറ്റവും കൂടുതൽ മുറ്റം കിഴക്കിൽ നിന്നിട്ട് ഈ രീതിയിൽ വീടിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഭൂമിയെ ഒരുക്കി ലെവൽ ചെയ്ത് അതിൻ്റെ ചരിവുകളെല്ലാം എടുത്തു. എന്നിട്ട് വീടിനെ എടുത്ത് നമ്മൾ അതിലോട്ടങ്ങ് വെച്ചു. അപ്പോൾ അതിൽ മുറ്റത്തിൻ്റെ കണക്കുകൾ എല്ലാം നോക്കിയിട്ടാണ് വെച്ചത്. അപ്പോൾ വീടും വെച്ചു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് എന്തോ വേണം? കിണറായി, ഗേറ്റായി, വീടുമായി. ഇനി വീടിൻ്റെ ഷേപ്പുമായി. ഏതാണ്? സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പ്. ഇനി ഇതിൻ്റെ ഓരോ റൂമുകൾ എവിടെ വേണം? തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം വേണം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കുട്ടികൾക്കുള്ളൊരു ബെഡ്റൂം വയ്ക്കാം. ഇനി അടുക്കള തെക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കാം. പിന്നെ മെയിൻ ഡോറ് വടക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കാം. അപ്പം പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അതുമായി. മാസ്റ്റർ ബെഡ്റൂമായി, അത് കഴിഞ്ഞിട്ട് കിച്ചണായി, അങ്ങനെ 4 ദിക്കും. പിന്നെ കന്നിമൂല, പിന്നെ അഗ്നിക്കോണ്, ഈശാനകോണ്, പിന്നെ വായുകോണ്, അങ്ങനെ 4 മൂലയും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി പിന്നെ അവർക്ക് പുറമേ നിന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് ഏത് ഭാഗത്ത് കൊടുക്കാം? സെപ്റ്റിക് ടാങ്ക് നമുക്ക് ഈ ഭാഗത്തായിട്ട് സെപ്റ്റിക് ടാങ്ക് ചെയ്യാം. ഈ ഭാഗത്തായിട്ട് സെപ്റ്റിക് ടാങ്കും ചെയ്യാം. അപ്പോൾ സെപ്റ്റിക് ടാങ്കുമായി കിണറുമായി. ഇനി നമുക്ക് അവർക്ക് എന്ത് വേണമെന്ന്? ഒരു പട്ടിക്കൂട് പണിയണം. പട്ടിക്കൂട് പണിയണമെന്നുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് പട്ടിക്കൂട് പണിയാം. കാർപോർച്ച് ചെയ്യണം. കാർപോർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സെപ്റ്റിക് ടാങ്കും പട്ടിക്കൂടും എല്ലാം വന്ന സ്ഥിതിക്ക് നമുക്ക് അവിടെ സ്ഥലമില്ല. ഒന്നാമത്തെ ഭാഗം അവിടെയായിരുന്നു. ഇത് വീടിൻ്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് പോർച്ച് ചെയ്യാം. വീടുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ഇതിൽ പറയേണ്ട ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ടാങ്ക് വെക്കുന്നതാണ്. വാട്ടർ ടാങ്കിൻ്റെ എവിടെ വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ നിന്നും സൗത്ത് ഈസ്റ്റിലേക്ക് ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കയറാതെ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ നമുക്ക് ഇത് പണിയാവുന്നതാണ്. അതായത് ഈ ലൈനിൽ കയറാൻ പാടില്ല. ആ ഭാഗത്ത് നമുക്ക് വാട്ടർ ടാങ്കും വയ്ക്കാം. അപ്പോൾ ഒരു വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളുമായി. ഇപ്പോൾ ഒരു വീട് പണിയുമ്പോൾ വസ്തുവിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, വീട്ടിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കൊരു വീട് പണിയാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ചെന്നെത്താനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മളിപ്പം ഫെങ്ഷുയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ഫെങ്ഷുയുടെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. പലരും എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തവർക്ക് അതിൽ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ പഠിച്ചുകൊണ്ട് അവരുടെ വീടും അവരുടെ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും വീടുകൾ, സുഹൃത്തുക്കളുടെ വീടുകൾക്ക് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഓരോ വീടുകളിൽ നിന്നും നല്ല നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് വിളിച്ചറിയിക്കുന്ന എല്ലാവർക്കും സന്തോഷം, നന്ദി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോയതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ കൺസൾട്ടിങ്ങിനായിട്ട് ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഇറങ്ങാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.